ഹായ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞായറാഴ്ച വൈകിട്ട് നേരത്തെ കുറച്ച് കാഴ്ചകളാണ് ഇത്. അപ്പം ഞാനതിന് നേരത്തെയൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം അത് ഉച്ച കഴിഞ്ഞപ്പം ചിക്കനൊക്കെ ആയിട്ട് വന്ന് ഗ്രില്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്ന് നേരത്തെ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ നടക്കുമെന്നൊന്നും ഉറപ്പില്ലായിരുന്നു, മഴയുടെ ഒരു ഇതുകൊണ്ട്. പക്ഷെ എന്തായാലും നമ്മൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഓരോരുത്തരും ഓരോരുത്തരുടെ സ്പോൺസറുണ്ട് കേട്ടോ. ഒരാൾ ചിക്കൻ, ഒരാൾ കരി, അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണ ഇതൊക്കെ ഒരാളിൽ നിന്ന് കാശ് കൊടുക്കത്തില്ല. എടുത്തല്ലോ എന്നെ എടുക്കരുത് തോന്നുന്നു. ഞാൻ എടുത്തിട്ടില്ല. ഒരു ദിവസം എന്നോട് എടുത്തോളാം. ഞാൻ പഠിച്ചെടുത്തു. ഈ ചുമന്ന ടീഷർട്ട് ഇട്ട് നിൽക്കുന്ന ഇവരാണ് ഷെഫ്. ബാക്കി എല്ലാ അസിസ്റ്റൻസാണ്, ഞാൻ ഉൾപ്പെടെ. ഞാൻ ഇച്ചിരി മയോണൈസ് ഉണ്ടാക്കി, ഇച്ചിരി കുരുമുളക് ചതച്ച് കൊടുത്തല്ല. ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നും എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നപ്പോഴേ ഞാൻ കുളിച്ച് ഇനി ഞാൻ ഒന്നും പണിയെടുക്കത്തില്ലെന്ന്. അപ്പോൾ ക്ലീനിങ്, മസാല തേപ്പും എല്ലാം കൂടുതൽ അവൻ തന്നെയാണ് ചെയ്തത്. ബാക്കിയെല്ലാവരും ഉള്ളി പൊളിക്ക്, അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ എല്ലാവരും എടുത്തത് അവനെ സഹായിക്കുന്നുണ്ട്. അപ്പം ആദ്യമായിട്ടല്ല ഞങ്ങൾ ഇങ്ങനെ ഗ്രില്ലൊന്നും ചെയ്യുന്നത്. ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. കൊറോണ ടൈമിലൊക്കെ നമ്മൾ 2-3 വട്ടമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് ഞങ്ങളൊരു ഗ്രില്ല് വാങ്ങിച്ച് ആ ഗ്രില്ല് കൊണ്ട് മുങ്ങിയതാണ്. പിന്നെ ഇന്നാണ് ഇവനീ പൊങ്ങുന്ന ഗ്രില്ലുമായിട്ട്. പക്ഷെ സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു സൈഡ് ചിക്കൻ നന്നായിട്ട് ഗ്രില്ല് ചെയ്യുന്നുണ്ട്, ഒരു സൈഡ് നല്ലതായിട്ട് പാട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഞാൻ മുട്ടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നിനക്കുന്നു സ്വന്തം മനുഷ്യനായി മനസാക്ഷിയോടും കാരണം എന്നെ തനിച്ചാക്കി. അല്ല, പാട്ടൊക്കെ കണ്ടും കേട്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മയോണൈസ് കലക്കിയെന്ന് പറഞ്ഞില്ലേ, അതാണ് ഇത്. അപ്പോൾ നമുക്കതെല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചാലോ. അപ്പോൾ എല്ലാവരും ഇരുന്നിട്ടുണ്ട്, ഓരോരോ പങ്ക് അവരവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ കമൻറ്റും കൂടെ ചെയ്തു കേട്ടോ.